പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LSS എക്സാമിനേഷൻ്റെ മാതൃകാ ചോദ്യപേപ്പറാണ്. മലയാളം ചോദ്യപേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന കവിത ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിന് തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം. കുയിലും മിന്നാമിനുങ്ങും എന്നതാണ് കവിതയുടെ പേര്. പകൽ പോവോളവും പാടിപ്പാടി ക്ഷീണിച്ചൊരാൺകുയിൽ ഒട്ടുനേരം വിശ്രമിച്ചു തേന്മാവിൻ ചാഞ്ഞ ചില്ലമേൽ കുറ്റിക്കാടിനിടയ്ക്കൊക്കെ കൂരിരുട്ടിൻ്റെ കണ്ണുപോൽ മിന്നിത്തുടങ്ങി പൊൻകാന്തി ഏകും മിന്നാമിനുങ്ങുകൾ. കൊടും വിശപ്പാൽ വലയും കോകിലം കനിവെന്നിയെ കൊത്തിത്തിന്നാൻ ചെന്നിതൊരു കൊച്ചു മിന്നാമിനുങ്ങിനെ തൻ്റെ ജീവനെ രക്ഷിക്കാൻ തരം കാണാതെ മാലോടെ പക്ഷിയോടാക്കിയിടമച്ചു പതറിച്ചൊല്ലി ഇങ്ങനെ: കായില്ലേ കനിയില്ലേ നീ കാരണം ഞാൻ മരിക്കുകിൽ നമ്മെ എല്ലാരെയും തീർത്ത് നാഥൻ കുറ്റം പൊറുക്കുമോ? പാരിനാനന്ദമുണ്ടാക്കാൻ പാട്ടുകാരൻ ജനിച്ചു നീ വെളിച്ചമാകും പോലേകാൻ വേണ്ടി സൃഷ്ടിച്ചതെന്നെയും. നിന്നെ കൊല്ലാൻ ഒരാൾ വന്ന് നീ വിഷാദിക്കയില്ലയോ? പരസ്പര സ്നേഹമോടെ പാർത്തിടേണ്ടവരാണു നാം. താവും നാണം കലർന്നോതി തൻ്റെ തെറ്റോർത്തൊരാക്കുയിൽ ഉപദ്രവിക്കില്ലെനി ഞാൻ ഉള്ള നാളൊന്നിനെയുമേ. ആദ്യത്തെ ചോദ്യം ആൺകുയിൽ എവിടെയാണ് വിശ്രമിച്ചത് എന്നാണ്. ഉത്തരം തേന്മാവിലാണ് ആൺകുയിൽ വിശ്രമിച്ചത്. അടുത്ത ചോദ്യം കാട്ടിലൂടെ വിശന്നു വലഞ്ഞത് ആരാണ്? ഉത്തരം കുയിലാണ് വിശന്നു വലഞ്ഞത്. അടുത്തത് തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മിന്നാമിനുങ്ങ് കുയിലിനോട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക? സംഭാഷണം തയ്യാറാക്കുക. അപ്പം കുയിലും മിന്നാമിനുങ്ങും തമ്മിലുള്ള സംഭാഷണം ഓരോന്നായിട്ട് നിങ്ങൾക്ക് ആ കഥയിൽ നിന്ന് വായിച്ചത് മനസ്സിലാക്കി നിങ്ങൾ സ്വയം എഴുതാൻ ശ്രമിക്കുക അത് കേട്ടോ. അടുത്തതൊരു ഡയറിക്കുറിപ്പാണ്. ഇപ്പം കലോത്സവം വ്യാഴം. ഇന്നലെ സംസ്ഥാന സ്കൂൾ കലോത്സവം ആയിരുന്നു. അനു ടീച്ചറിനോടൊപ്പമാണ് ഞാൻ അവിടെ പോയത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. ആകെ തിക്കും തിരക്കും ചേർന്ന ബഹളമയം. വിവിധ ചായങ്ങൾ അണിഞ്ഞ നർത്തകിമാരും പ്രസംഗം, കവിത, അങ്ങനെ ഒരു ഉന്തുമേളം തന്നെയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ടീച്ചർ എന്നെയും കൂട്ടി വേദി 3 പോയത്. അവിടെ എനിക്ക് അപരിചിതമായ ഒരു കലാരൂപമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 3 ആൺകുട്ടികൾ ചേർന്ന് കൊട്ടുന്ന തുടിയുടെ താളത്തിൽ പെൺകുട്ടികൾ ചുവടി വയ്ക്കുന്നു. കളിയിൽ ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടികൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. കറുപ്പും വെള്ളയും നിറത്തിലുള്ള ചേല നെഞ്ചിൻ്റെ മുകളിലായി ചുറ്റിയിരിക്കുന്നതാണ് പെൺകുട്ടികളുടെ വേഷം. ആൺകുട്ടികൾ മുണ്ട് ധരിച്ചിരിക്കുന്നു. പ്രത്യേക താളത്തിൽ ചുവട് വയ്ക്കുന്ന ഈ നൃത്തം പണിയ നൃത്തം എന്ന കലാരൂപമാണെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമാണ് പണിയ നൃത്തം. വട്ടക്കളി, കമ്പക്കളി എന്നും ഇതിന് പേരുണ്ടത്രേ. തികച്ചും അപരിചിതമായൊരു കലാരൂപം പരിചയപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. ആദ്യത്തെ ചോദ്യം അഞ്ജുവിൻ്റെ ഡയറി വായിച്ചല്ലോ. ഏത് കലാരൂപമാണ് അഞ്ജു പുതിയതായി പരിചയപ്പെട്ടത്? ഉത്തരം പണിയ നൃത്തം. രണ്ടാമത്തെ ചോദ്യം ഈ കലാരൂപത്തിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് എന്നതാണ്. വട്ടക്കളി, കമ്പക്കളി എന്നതാണ് പണിയ നൃത്തത്തിൻ്റെ മറ്റു 2 പേരുകൾ. അടുത്തത് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇപ്പോൾ ഏതെങ്കിലും കലാരൂപങ്ങൾ പലതുണ്ട്. കഥകളി, കൂടിയാട്ടം, ചാക്രിക്കൂത്ത്, അതിലേതെങ്കിലും ഉള്ളത് അറിയാവുന്ന ഏതാണെന്ന് വെച്ചാൽ അത് എഴുതിക്കൊള്ളുക. അടുത്തത് മാതൃസ്നേഹത്തിൻ്റെ ചേതോഹരമായ ആവിഷ്കാരമാണ് പൂതപ്പാട്ട് എന്ന കവിത. ഈ കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻസ് ഇടശ്ശേരി, വള്ളത്തോൾ, ഉള്ളൂർ, സുഗതകുമാരി. ഉത്തരം ഇടശ്ശേരിയാണ്. അടുത്ത ചോദ്യം നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ്? സന്തോഷിക്കുക എന്നതാണ് കുളിർപ്പിക്കുവാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം NS മാധവനാണ്. അടുത്തത് തുള്ളിച്ചാടി എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? തുള്ളി അധികം ചാടി എന്നതാണ് തുള്ളിച്ചാടി എന്ന പദം. അടുത്ത് ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. മുകളിൽ കൊടുത്തിരിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ് പഴഞ്ചൊല്ല്, കടങ്കഥ, ശൈലി ഇവയൊന്നുമല്ല. ഉത്തരം ഏതാണ്? കടങ്കഥയാണ് അത്. തന്നിരിക്കുന്ന പേരുകളിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻസ് ONV, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, MD വാസുദേവൻ നായർ, G ശങ്കരക്കുറുപ്പ്. ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്തത്. അടുത്തത് ഒരു പീഡ എറുമ്പിലും വരുത്തരുത് എന്ന വരികളിൽ കാണാൻ കഴിയാത്തത് എന്താണ്? അനുകമ്പ, ദയ, സ്നേഹം, കോപം.
ഉത്തരം കോപമാണ് അതിനകത്ത് കാണാൻ കഴിയാത്തത്. അക്ഷരമാല ക്രമത്തിൽ എഴുതുക. വിണ്ണ്, അമ്പിളി, ഏറുക, തേര്. അമ്പിളിയാണ് ആദ്യം വരുന്നത്, പിന്നെ ഏറുക, തേര്, വിണ്ണ് എന്നിവയാണ്. അടുത്തത് പിരിച്ചെഴുതാനാണ്. ഒച്ചയുണ്ടാക്കുക. ഉത്തരം ഒച്ച അധികം ഉണ്ടാക്കുക എന്നതാണ് ഒച്ചയുണ്ടാക്കുക. അടുത്ത ചോദ്യം, സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. അടുത്തത് ഇംഗ്ലീഷാണ്. അതായത് മേക്ക് എ മീനിങ് ഫുൾ വേർഡ് ഫ്രം ദി ഗിവൻ ലെറ്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. ഇവാൻ ഹേർഡ് ദി ബേർഡ്സ് ഡാഷ് സ്റ്റോം. ഇവിടെ റീഅറേഞ്ച് വേർഡ് തന്നിരിക്കുന്ന വേർഡിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. എന്താണ് ഉത്തരം? പ്രെഡിക്റ്റിംഗ് എന്നതാണ്. PREDICTING. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ റീഅറേഞ്ച് ദി വേർഡ്സ് ആൻഡ് മേക്ക് എ മീനിങ് ഫുൾ സെൻറ്റൻസ്. എ ലിറ്റിൽ ബെൻഡ് ലോഞ്ച് ഷീ ആൻഡ് പേപ്പർ ബോട്ടിൽ എന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? ഷീ ബെൻഡ് എ ലിറ്റിൽ ലോഞ്ച് എ പേപ്പർ ബോട്ടിൽ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് യൂസിങ് ദി കറക്റ്റ് പ്രപ്പോസിഷൻ. അന്ന വിൻഡ് ടു ദ സ്ട്രീം എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രപ്പോസിഷൻ വരുന്നത്. അടുത്ത ചോദ്യം, ഫൈൻ ദി ഓഡ് വൺ ആണ്. സോഡ്, വാട്ടേഡ്, റോസ്റ്റഡ്, മാനുവേഡ്. ഓഡ് വൺ ആയിട്ടുള്ളത് റോസ്റ്റഡ് ആണ്. അടുത്ത് ലോങ് ലീവ് കിങ് ഇവാൻ. പീപ്പിൾ പ്രൈസ്ഡ് ഹിസ് വിസ്ഡം. മേക്ക് അനദർ സെൻറ്റൻസ് ടു ഓണർ ദി കിങ്. ഏതെങ്കിലും ഗ്ലോറിഫൈ ആയിട്ടുള്ള സെൻറ്റൻസ് നമുക്കവിടെ എഴുതാവുന്നതാണ്. 1 മാർക്കാണത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം, മനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡിസൈഡ് ടു കണ്ടക്ട് പിക്കിൾ ഫെസ്റ്റ് ഡ്യൂറിങ് ദ സമ്മർ ഹോളിഡേയ്സ്. They are planning to distribute different varieties of pickles, mango, lemon, beetroot. It is to be held on Sunday, 8th of February 2025. Prepare an attractive advertisement for Manu and his friend. അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കണം. ആദ്യം എന്ത് ചെയ്യണം? പിക്കിൾ ഫെസ്റ്റ് എന്ന് എഴുതണം. അതിൻ്റെ പിന്നെ ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് പിക്കിളാണെന്ന്, മാംഗോ, ലെമൺ, ബീട്രൂട്ട്, പിന്നെ ഏത് ഡേറ്റ് ആണെന്നുള്ള സൺഡേ 8 ഫെബ്രുവരി. അങ്ങനെ ഒരു അട്രാക്റ്റീവ് രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് എഴുതുക. 3 മാർക്കാണ് ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയുമ്പോൾ കിട്ടുന്നത്. അത് നിങ്ങൾ തന്നെത്താനെ എഴുതി നോക്കുക, നിങ്ങളുടേതായ രീതിയിൽ എഴുതി നോക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ കറക്റ്റ് വേർഡാണ്. അന്ന വാക്ക്ഡ് ജെൻറ്റിലി ഓർ ക്വിക്ക്ലി ടുവേർഡ് ദി സ്ട്രീം. ഉത്തരം ജെൻറ്റിലി എന്നതാണ് ആൻസർ. അടുത്തതെന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദി കറക്റ്റ് സ്പെൽറ്റ് വേർഡാണ്. പ്രസൻറ്റൻ്റ് വേർഡ് കറക്റ്റായിട്ട് PLESANT എന്നതാണ് പ്രസൻറ്റ് എന്ന വേർഡിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ ഇത്ര 2 ചോദ്യങ്ങളാണ് നോക്കിയത്. ഇനി അടുത്ത കൂട്ടുകാർക്കായിട്ടുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻസ് കണ്ണൂർ, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു.